ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫെറസ് മിനറൽസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നോൺ ഫെറസ് മിനറൽസിനെ കുറിച്ചാണ്. എന്താണ് ഈ നോൺ ഫെറസ് മിനറൽസ്? അയണിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത മിനറൽസിനെയാണ് നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. ഈ നോൺ ഫെറസ് മിനറൽസിൻ്റെ ഡെപ്പോസിറ്റുകളും ഈ നോൺ ഫെറസ് മിനറൽസിൻ്റെ പ്രൊഡക്ഷനുമൊക്കെ ഇന്ത്യയിൽ സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കോപ്പർ, ബോക്സൈറ്റ്, മൈക്ക, സിങ്ക്, ലെഡ്, ഗോൾഡ് എന്നിവയാണ് നോൺ ഫെറസ് മിനറലുകൾക്ക് ഉദാഹരണം. ഇവ എഞ്ചിനീയറിംഗ് മേഖലയിലും ഇലക്ട്രിക് ഇൻഡസ്ട്രിയിലും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഈ അധ്യായത്തിൽ രണ്ട് നോൺ ഫെറസ് മിനറലുകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്: കോപ്പറും ബോക്സൈറ്റും. നമുക്കവയെ പരിചയപ്പെടാം. നമുക്ക് കോപ്പറിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. കോപ്പർ മാല്യബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കി മാറ്റിയെടുക്കാം. രണ്ടാമതായി കോപ്പർ ഡക്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വലിച്ചു നീട്ടാൻ സാധിക്കും, വയറുകളാക്കി മാറ്റാൻ സാധിക്കും. മാത്രവുമല്ല, കോപ്പർ ഒരു ഗുഡ് കണ്ടക്ടറാണ്. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും ഒക്കെ കോപ്പർ കടത്തിവിടുന്നു. ഇനി ഇന്ത്യയിലെ കോപ്പർ മൈനുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ബാലഘട്ട്. ബാലഘട്ട് മധ്യപ്രദേശിലാണ്. രണ്ടാമത്തേത് ഖേത്രി രാജസ്ഥാനിലാണ്. ജാർഖണ്ഡിലെ സിംഗ്ബം ജില്ലയിലും കോപ്പറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇനി ബോക്സൈറ്റ് പരിശോധിക്കാം. അലൂമിനിയം വേർതിരിച്ച് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മിനറലാണ് ബോക്സൈറ്റ്. അലൂമിനിയം സിലിക്കേറ്റ് അടങ്ങിയ റോക്സ് ഡീകമ്പോസ് ചെയ്താണ് ബോക്സൈറ്റ് ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ അമർകണ്ടക് പ്ലേറ്റോ, മൈക്കൽ ഹിൽസ് എന്നിവയെല്ലാം ബോക്സൈറ്റ് നിക്ഷേപം കൊണ്ട് പ്രസിദ്ധമാണ്. മിനറൽസിനെ നമുക്ക് മൂന്നായി തിരിക്കാം: മെറ്റാലിക് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് എനർജി മിനറൽസ്. ഇതിൽ മെറ്റാലിക് മിനറൽസിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്: ഫെറസും നോൺ ഫെറസും. ഇനി നമ്മൾ നോൺ മെറ്റാലിക്കിലേക്കാണ് പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ.